വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ദിയയിരിക്കും. മുഖത്ത് പാട് വരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല. ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് ദിയ തിരഞ്ഞെടുത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കാൻ യഥേഷ്ട മോഡലുകൾ, എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ്, ഏറ്റവും കുറഞ്ഞ വില, മികച്ച വിൽപ്പനാനന്തര സേവനം. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. വിവിധ ആയോധന കലകളുടെ പരിശീലനത്തിനായി മട്ടാഞ്ചേരി ചുള്ളിക്കരയിൽ കൊച്ചിൻ മാർഷൽ ആർട്സ് അക്കാദമിക്ക് തുടക്കമായി. വിവിധ ആയോധന കലകളുടെ പരിശീലനത്തിനായി മട്ടാഞ്ചേരി ചുള്ളിക്കരയിൽ കൊച്ചിൻ മാർഷൽ ആർട്സ് അക്കാദമിക്ക് തുടക്കം കുറിച്ചു. കരാട്ടെ, ബോക്സിംഗ്, കളരി, ഗുസ്തി, കിക്ക് ബോക്സിംഗ് എന്നിവയുടെ പരിശീലനമാണ് നൽകുന്നത്. ജില്ലാ സംസ്ഥാന മത്സരത്തിലുള്ള കായിക താരങ്ങളെ സജ്ജമാക്കുവാനുള്ള സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. തോപ്പുംപടി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ സാജു ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും അധികമായിട്ടുള്ള കോൺസെൻട്രേഷൻ അതുപോലെ തന്നെ കോൺഫിഡൻസും ഇവർക്ക് കൊടുക്കുന്നുണ്ട്. ഈ പറഞ്ഞ നിങ്ങൾ എന്തിൻ്റെ പേരിലാണ് ഇവരെ ഈ ഡോജോയിലേക്ക് അയച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതവർക്ക് പ്രദാനം ചെയ്യുന്ന ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം ഇത് തന്നെയാണ്. പഠിക്കുന്നതിലായാലും മറ്റുള്ള ആക്ടിവിറ്റീസിലായാലും എല്ലാത്തിനും അവർക്ക് കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ്. അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരെ അഭിമുഖീകരിക്കാൻ ഏത് രീതിയിലായിരിക്കുന്നതാണ് ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ആ ഘട്ടത്തെ അഭിമുഖീകരിക്കാനായിട്ട് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു കോൺഫിഡൻസ്, ആത്മവിശ്വാസം, ഇത് തന്നെയാണ് ഈ ഡോജോയിൽ എനിക്ക് തോന്നുന്നു അശോക് മാസ്റ്റർ നിങ്ങൾക്ക് തരാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു പ്രാധാന്യം, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയൊരു എന്താ പറയുക ഒരു സഹായം. കൗൺസിലർ MHM അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ ബാസിൻ ബാബു മുഖ്യപ്രഭാഷണം നടത്തി. നിങ്ങൾക്കെന്നറിയാം, സ്പോർട്സിന് എല്ലാ കായിക രംഗങ്ങൾക്കും ഒരു മുൻഗണന കൊടുത്തുള്ളൊരു പ്രവർത്തനമാണ് ചെയ്യാൻ സാധിച്ചത്. അതുപോലെ തന്നെ ചീഫ് ഇൻസ്പെക്ടർ K അഷ്റഫ് മാസ്റ്റർ, H അബ്ദുൾ ജബ്ബാർ, നാഷണൽ ബോക്സിംഗ് ചാമ്പ്യൻ ബാലു ഗണേഷ്, അനിൽകുമാർ, PU നിസാർ, ആനന്ദ് കുമാർ, അമീർ മദനി എന്നിവർ സംസാരിച്ചു. സനിൽകുമാർ സ്വാഗതവും ഷാഹിന സുധീർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.